റേറ്റിംഗിലോട്ടുള്ള പ്രയാണമാണ് ആരംഭിക്കുന്നത്. ഓക്കെ, സോ കഥ തുടങ്ങുകയാണ്. E4 കളിച്ചു, ഞാൻ C6 കളിച്ചു. ഈ ഓപ്പണിന്റെ പേരാണ് കാരോക്കാൻ. നോർമൽ മൂവ് ആണ് D4, സെന്റർ കൺട്രോൾ ചെയ്യുന്നുള്ളതാണ് സംഭവം. ഓക്കെ, ഇവരിങ്ങനെ കൺട്രോൾ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട്. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് D5 പുഷ് ചെയ്യാം, സെന്ററിനെ അറ്റാക്ക് ചെയ്യാം. സോ മെയിൻ മൂവ് എന്ന് പറഞ്ഞാൽ നൈറ്റിന് ഇവിടെ കളിക്കാന്നുള്ളതാണ്. നൈറ്റ് ഇവിടെ വരാം, ഇവിടെ വരാം, ഈ പോണിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പക്ഷെ നമുക്കപ്പം അപ്പം നമ്മൾ വെട്ടും. അപ്പം നൈറ്റ് വെട്ടും, അങ്ങനെ വരുന്നത് നൈറ്റ് വെട്ടും, അങ്ങനെയാണ് അതിന്റെ ഒരു ഓപ്പണിംഗ് ലൈൻ വരുന്നത്. അവർ അതുകൊണ്ട് അത് കളിച്ചില്ല, അവർ പുഷ് ചെയ്തു. ഈ ഓപ്പണിംഗ് ഒരു അഡ്വാൻസ് വേരിയേഷൻ എന്തൊക്കെ ആരൊക്കെയാണ്. ഓക്കെ, സോ ഇവിടുത്തെ മെയിൻ മൂവ് ബിഷപ്പ് ഇവിടെ കളിക്കാന്നുള്ളതാണ്. പക്ഷെ നമ്മളത് മാറ്റി കളിക്കാൻ ഇപ്പൊ ഒരു മോഡേൺ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും C5 പുഷ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കി, ഇതുവരെ കളിച്ചിട്ടില്ല. C5 പുഷ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. അവർക്ക് C3 പുഷ് ചെയ്യാം, നൈറ്റ് കളിക്കാം, എന്ത് കളിച്ച് നോക്കാം. നൈറ്റ് കളിച്ചു. ഓക്കെ, ഇതിപ്പോ ബുക്ക് മൂവ് തന്നെയാണ്, ഇത് ബുക്ക് മൂവ് ആയി കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ വെട്ടി, അവർ ക്യൂൻ കൊണ്ട് വെട്ടി കേട്ടോ. നോർമലി എനിക്ക് ഇവിടുത്തെ ബെസ്റ്റ് മൂവ് എനിക്ക് തോന്നുന്നത് നൈറ്റ് കൊണ്ട് വിട്ടെന്നുള്ളതാണെന്ന് തോന്നുന്നു. കൃത്യം എനിക്കറിയത്തില്ല. പക്ഷെ നൈറ്റ് ഇപ്പൊ നമ്മള് സിംപ്ലി ഡെവലപ്മെന്റ് മൂവ് വിത്ത് അറ്റാക്ക്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. സോ അവരെന്ത് ചെയ്തു? പിൻ ചെയ്തു. ഇത് അത്ര നല്ല മൂവ് അല്ലെന്ന് പറഞ്ഞാൽ ഗുഡ് മൂവ് ആണ്, എന്നാലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. സോ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഒരേ ഓപ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാ. മീൻസ് ഈ ക്യൂവിനൂടെ ചെക്ക് കൊടുത്തിട്ട് ഈ ക്യൂവിനൂടെ വരും, നൈറ്റ് ഇവിടെ വരും, എന്നിട്ട് ഈ ബിഷപ്പിനെ എടുത്തു, ഈ നൈറ്റ് എടുത്തു. ഇങ്ങനെ ഒരു മൂവ് ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അപ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോ ഈ ഒരു ചെക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈവൻ ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് പണിയാം. മീൻസ് വെട്ടിക്കഴിഞ്ഞാൽ പോലും ഇപ്പൊ പീസൊക്കെ ഈക്വല. പക്ഷെ ഇപ്പൊ ഈ ഒരു കിങ് സൈഡ് വീക്ക്നെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും? നോ വേ. വേണമെങ്കിൽ കിങ് കളിക്കാൻ പറ്റും. അതൊക്കെ ഭയങ്കര വീക്കനിങ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഇങ്ങനത്തെ മൂവ് നോക്കാം, അനലൈസ് ഓൺ ആക്കി നോക്കാം എന്താ പറ്റുന്നതെന്ന്. ഓബിയസ്ലി വീക്ക്നെസ് ആയിരിക്കും, നോക്കട്ടെ. ആ വൈറ്റിന് 1+ ആ കൈൻഡ് ഓഫ്. ഓക്കെ, ഇവിടെ മെയിൻ മൂവ് കിങ് കളിക്കാനായിരിക്കും പറയുന്നത്. കിങ് D8 ഉള്ളു, കണ്ടോ, കിങ് D8 ഉള്ളു. സോ അത് നല്ല മൂവ് അല്ല. സോ വി വിൽ ഗോ ബാക്ക്. സോ ആ വേരിയേഷൻ നമ്മളപ്പം ചെയ്തില്ല. ഞാൻ സിംപിളി E6 പുഷ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇപ്പൊ നമ്മുടെ അടിപൊളി പോൺ സ്ട്രക്ചർ ആയി കേട്ടോ. വലിയ വീക്ക്നസ് ഒന്നുമില്ല. ഈ ബിഷപ്പ് ഓപ്പൺ ആയി, എല്ലാം ഉണ്ട്. ഓക്കെ, സോ അവര് കളിച്ച മൂന്ന് പറയുമ്പോൾ ഇതൊരു ഇന്നക്രസിയ പറയുന്നത്. ഇതൊരു ഇന്നക്രസിയ പറയുന്നത്. മേ ബി അവർക്ക് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നു. അതായിരിക്കും ബെറ്റർ മൂവ്. പക്ഷെ ഞാനപ്പോൾ ഒരു ചെറിയ ഇന്നക്രസി കളിച്ച്. ഇനക്രസ് അല്ല, ഗുഡ് മൂവ് ആണ്, എന്നാൽ പോലും ബെസ്റ്റ് മൂവ് നൈറ്റൂടെ കളിക്കുന്നുള്ളതായിരുന്നു. കാരണം ഇപ്പൊ കിട്ടില്ല മൂവ് കളിച്ചവനെ H4 പുഷ് ചെയ്തു. ഇപ്പൊ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. വെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ കാണാൻ ഈസിലി വെട്ടാൻ പറ്റും. ഇവനെ വെട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം അറിയോ? ഇവൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യും, കണ്ടോ. പിന്നെ കിങ്സർ അറ്റാക്ക് വരാൻ പോകുന്ന ചില്ലറ ആയിരിക്കത്തില്ല, ഇങ്ങനെയൊക്കെ വരും. സോ അതുകൊണ്ട് വെട്ടിയില്ല ഞാൻ. ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തു, സിംപിളി ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ എന്താ വെച്ചാൽ അൺപിൻ ചെയ്തു നൈറ്റിനെ. ഇപ്പൊ ക്യൂൻ അറ്റാക്ക് ആണ്. സോ അൺപിൻ ചെയ്തപ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ട് അത് വെട്ടി എന്തായാലും. ഇവിടെ ബിഷപ്പ് കൊണ്ട് വെട്ടിയത്, ഇവിടെ പോൺ കൊണ്ടായിരുന്നു വെട്ടേണ്ടത്. ഞാൻ വിചാരിച്ചു ഒരു ആക്റ്റീവ് പീസ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് വെട്ടിയതാണ്. ഓക്കെ, സോ അതുകൊണ്ട് നോക്കിയിട്ട് നമുക്ക് കളിക്കാം. ഇന്നക്രോസി ആണ്, എന്നാലും നോക്കാം. ഡെവലപ്പ് ചെയ്തു. ഇത് ഐഡിയ സിമ്പിൾ ആണ്. ഒരു ക്യൂൻ ക്യാസിൽ ചെയ്യാൻ പോകുന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പോകണേ. ഓക്കെ, നോക്കാം. സോ ഞാൻ ഇത് പുഷ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു സംഭവം വെച്ചാൽ ഇത് പുഷ് ചെയ്യാൻ കാരണം മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഇത് വെട്ടി അല്ല ഇല്ലെങ്കിൽ ഇത് വെട്ടിയിട്ട് ഈ നൈറ്റ് ഈ വഴിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്ക്വയർ ഭയങ്കര വീക്കാണ്. ഈ ബിഷപ്പാണ് ഇവിടെ ഗാർഡ് ചെയ്യുന്നത്. ആ ബിഷപ്പിനെ അടിച്ചു കളയും. അതുകൊണ്ട് ഞാൻ പ്രിവെന്റീവ് മെഷർ ആയിട്ട് ഇത് കളിച്ചത്. ഇത് കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ കളിക്കാം. ഓക്കെ, സോ ക്യാൻസൽ ചെയ്തു. ഇവിടെ ഇവിടെ പല മൂവ്സ് ഉണ്ട്. ഇപ്പം ഒന്നാമത്തെ കാര്യം, നമ്മുടെ കിങ് ഇവിടെ സെൻട്രൽ സ്റ്റക്കാണ്. ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോറി, ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എങ്ങോട്ടും. സോ നമുക്കിവിടെ എന്ത് കളിക്കാം? ഒള്ളി മൂവ് അറ്റാക്കിന് പോകാന്നുള്ളത്. അതുകൊണ്ട് ആദ്യം ഇതിനെ അറ്റാക്ക് ചെയ്തു, ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. വെട്ടിയാൽ നമുക്ക് നല്ലതാണ്, കാരണം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ബാക്കോട്ട് കളിച്ചു. ഇത് ഗുഡ് മൂവ് ആണെന്ന് പറയുന്നത്, പക്ഷെ അത്ര നല്ല മൂവ് അല്ല. ഇനിയിപ്പോ എന്താ ഉള്ളത്? എനിക്ക് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വി വിൽ ഗോ ഫോർ അറ്റാക്ക്. ക്യൂൻ A5 നല്ല മൂവാന്ന് പറയുന്നത്, ബെസ്റ്റ് മൂവാ. സോ അവര് ഉണ്ടോ വെച്ചിട്ടൊരു ഓപ്പൺ അറ്റാക്കിനൊക്കെ വരുമോ? സോ ഇവിടെ ഇത് നല്ല മൂവ് എനിക്കറിയാം, ഞാൻ കളിച്ചു. ലുക്കിംഗ് ഗുഡ് മൂവ് മീൻസ് ലൈക്ക് ഇതുണ്ടാ. സോ നല്ലൊരു മൂവാന്ന് തോന്നുന്നു കണ്ടിട്ട്, ബെസ്റ്റ് മൂവ് തന്നെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതിന് കണ്ടിന്യൂഷൻ കറക്റ്റ് കളിച്ചാൽ ഈ പണി കിട്ടും. ഇപ്പൊ ഈ അറ്റാക്ക് വന്നോണ്ടോ. സോ ഈ അറ്റാക്കിന്
ഇവിടെ കളിക്കേണ്ട മൂവ് നൈറ്റ് E7 ആണ്. പക്ഷെ അത് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര പടം. കാരണം വെച്ചാൽ ഇപ്പൊ നൈറ്റ് E7 കളിച്ചു, എന്നിട്ട് ഇപ്പൊ ക്യൂൻ വെട്ടി. ഇവിടെ നമ്മൾ ക്യൂൻ ഗ്യാസിലിംഗ് ഒക്കെ പോകണം, എന്നിട്ട് ഈ പോണ സാക്രിഫൈസ് ചെയ്യണം. ഭയങ്കര പണിയാ. പിന്നെ ഇത് വീക്ക് ആവും. അതാ കറക്റ്റ് മൂവ് പറയുന്നത്. ഇപ്പൊ എഞ്ചിൻ മറന്നുണ്ടോ, എഞ്ചിൻ ഇപ്പൊ ഓണാക്കി കഴിഞ്ഞാൽ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, എഞ്ചിൻ പറയുന്ന മൂവ് ഇതുണ്ടോ, ക്യൂൻ ഗ്യാസ്ലിംഗ് റൂക്ക് G8 1 മൈനസ്. മീൻസ് 1 പ്ലസ് എന്ന് വെച്ചാൽ അവർക്ക് പ്ലസ്, നമുക്ക് 1 മൈനസ് ആണ്. സോ ഭയങ്കര പണിയാ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കളിക്കുന്നത്. പക്ഷെ അപ്പം ഞാൻ വെച്ച് കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സോ ഇത് വൻ പ്രശ്നമാണ്. ഇതൊരു മിസ്റ്റേക്ക്. പക്ഷെ ഞാൻ വേറെ ഒന്നും കണ്ടില്ല. ബിഷപ്പിനെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ അവർ ഓപ്പൺ അടി വരും പിന്നെയും. പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവെക്കേണ്ടി വരും ബിഷപ്പിനെ. അതുകൊണ്ട് അങ്ങനെ കളിച്ചില്ല. സോ ഇപ്പൊ എന്താ വെച്ചാൽ അവരത് കണ്ടിട്ട് വേണേ ഇപ്പൊ ഇതിനെ അടിക്കാം. ഈ നൈറ്റ് ഇത് കളിച്ച ഗുഡ് മൂവ് ആണോ, പ്ലേബിൾ ആണല്ലേ. ഇപ്പൊ ആണെങ്കിൽ H5 പൂശണം. ഓ, അതൊക്കെ ഇമ്പോസിബിളാ, കൈൻഡ് ഓഫ് ഇമ്പോസിബിളാ കണ്ടുപിടിക്കാൻ. ഓക്കെ. അത് മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ ബെസ്റ്റ് മൂവ് എന്ന് പറയാവോ, ഇവിടുത്തെ ബെസ്റ്റ് മൂവ് H5 ആ കളിക്കേണ്ടത്. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. H5, സോറി H5 അല്ലല്ലോ, H5. ആ, ഈ മൂവ് ഓക്കെ, നൈറ്റ് E7. അതാണ് കളിക്കേണ്ടത്. നേരത്തെ H5 ഒരു മൂവ് ഉണ്ട്. H5 പോസിബിൾ ആണോ? H5 പോസിബിൾ അല്ല. ഓക്കെ, അല്ല അല്ല. ഓക്കെ, നൈറ്റാ കളിക്കേണ്ടത് ഇവിടെ, എന്നിട്ടൊക്കെ H5 കളിക്കേണ്ടത്. തമ്പരാൻ അറിയാം. പക്ഷെ അപ്പൊ ഞാൻ ഇത് കളിച്ചപ്പോഴത്തേക്കും അവര് ബിഷപ്പിനെ ഓപ്പൺ അറ്റാക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ ആണല്ലോ. ബിഷപ്പ് ഓപ്പൺ ചെയ്ത് ഡബിൾ അറ്റാക്ക് തന്നു കേട്ടോ. പക്ഷെ ഇത് ബ്ലണ്ടറാ. എന്താ അറിയാവോ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ക്യൂൻ അറ്റാക്ക്, ക്യൂൻ മാറുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇതിനടിക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. പക്ഷെ എന്താ വെച്ചാല് ഇതാണ് ഒരു പിന്നിങ് ഉണ്ട്. ഇവിടെ ബെസ്റ്റ് മൂവ് എന്ന് പറയുമ്പോൾ ക്യൂൻ A4 കളിക്കണം. എന്ന് വെച്ചാൽ ഇതിപ്പോ നൈറ്റിനെ മാറാൻ പറ്റില്ല. അതായത് നൈറ്റിനെ വെട്ടിക്കളയാൻ വേണം ക്യൂൻ കൊണ്ടുവല്ലോ തന്നെ, കാരണം ഓൾറെഡി അറ്റാക്ക് ആണല്ലോ. സോ അതായത് കളിക്കണ്ട. പക്ഷെ ഞാൻ അതും കണ്ടില്ല, ഞാൻ നേരെ വെട്ടി. കാരണം എന്നാലും വിന്നിങ് തന്നെ. 1 മൂവ് ചെക്ക് ആണ് ഇപ്പൊ ത്രട്ടൻ ചെയ്യുന്നത്. സോ അവരെന്ത് ചെയ്തു, അടുത്ത ബ്ലണ്ടർ കളിച്ചു. ബിഷപ്പ് C3 ഇട്ട്. ഓക്കെ. മേ ബി അവരെന്തെങ്കിലും എനിക്കൊന്ന് നൈറ്റിനെ വല്ലതും കൊണ്ടുവരാനായിരിക്കാം. അല്ലെ ചെക്ക് മറയ്ക്കാനോ ഇത് പുഷ് ചെയ്തിട്ട് ചെക്ക് ഇങ്ങനെ വല്ലതും വരാനായിരിക്കും. സോറി, ഇങ്ങനെ വരാനായിരിക്കും. സോ അതാണ് പ്ലാൻ. നൈറ്റ് അറ്റാക്ക് ആണല്ലോ, അതുകൊണ്ട് നൈറ്റിനെ മാറ്റി വെട്ടി വെട്ടി, സോറി, നൈറ്റിനെ ഞാൻ വെട്ടി. ഇപ്പൊ ഈ നൈറ്റ് അറ്റാക്ക് ആയതുകൊണ്ട് അവർ നൈറ്റിനെ ബാക്കോട്ട് ഇട്ടു. മേ ബി എന്തിനാ വെച്ചാൽ ഇപ്പം ചെക്ക് കൊടുത്താൽ ഇതിട്ട് മറയ്ക്കാമല്ലോ. സോ അതാണ് സംഭവം. ഓക്കെ. സ്റ്റിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം എന്റെ കിങ് സെൻട്രൽ ഇരിക്കും, എങ്ങനെയെങ്കിലും അറ്റാക്ക് വരാൻ സാധ്യത. അതുകൊണ്ട് ഞാനും എന്ത് ചെയ്തു, നമ്മൾ സേഫ്റ്റിക്ക് പോയി. വേണമെങ്കിൽ ഇവിടുത്തെ ബെസ്റ്റ് മൂവ്സ് E3 ഒക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ സിംപ്ലി ഡെവലപ്പ് ചെയ്തു. അതും കുഴപ്പമില്ലാത്ത മൂവ്. കാരണം എങ്ങനെ ഒരു പ്രശ്നം വരണ്ടല്ലോ, നമുക്കൊരു ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെ വരാം ഇങ്ങനെ വരാം. ഓക്കെ. സോ ഒരു അടുത്തൊരു മൂവ് കളിച്ചു. B4 കളിച്ച് അറ്റാക്ക് ചെയ്തു ബിഷപ്പിന്. ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ H4 ഒക്കെ പറയുന്നത്, പക്ഷെ H4 എനിക്ക് അറിയത്തില്ല എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാൻ കളിച്ച മൂവ് സിമ്പിൾ, നോർമൽ ലോജിക്കൽ മൂവ്. ബിഷപ്പ് ക്രോസ് F2 റിസൈൻ ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പം ചറബറ മൂവ്സ് വരാൻ പോകുന്നു. ഇപ്പം ഇവിടെ എന്തെങ്കിലും റാൻഡം മൂവ് കളിച്ചെന്ന് വെച്ചോ, എന്തെങ്കിലുമൊക്കെ റാൻഡം മൂവ് ഇപ്പം ഇത് കളിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഓക്കെ, അടുത്ത ചെക്ക്. ഈ ചെക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫെൻഡ് ചെയ്ത പണിയാ മൊത്തത്തിൽ. ഇപ്പത്തെ ഒരു 6+. സോ ഇതാണ് ഇന്നത്തെ കളി. സോ ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കളിക്കാത്തതാണ് അഗ്രസീവ് ആയിട്ട്. പക്ഷെ കളിക്കേണ്ടി വന്നു, ചില പൊസിഷൻ അങ്ങനെ കളിക്കേണ്ടി വരും. സോ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു എക്സൈറ്റിംഗ് ഗെയിം ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.